ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പൂർണ്ണ ഒത്താശയോടും പിന്തുണയോടും കൂടിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഏറെക്കുറെ എത്തിവരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിന് ശേഷം പ്രതികരിച്ചത് തങ്ങൾക്കിതിൽ പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലാണ്. ആദ്യത്തെ ഘട്ടത്തിൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് പങ്കാളിത്തമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു. മാർക്കോ റൂബിയോ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ അമേരിക്കക്ക് പങ്കാളിത്തമൊന്നുമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ അക്രമം തുടരുമെന്നും അതല്ലെങ്കിൽ രൂക്ഷമാകുമെന്നുമുള്ള പ്രതികരണം വന്നതോടുകൂടി ഈ രക്തത്തിൽ അമേരിക്കക്ക് പങ്കുണ്ട് എന്ന കാര്യം കൃത്യമാണ്. വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. 6 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, 15 ഇടങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തി എന്നാണ് പറയുന്നത്. 200ഓളം വിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും എത്തിയിട്ടില്ല എന്നും അങ്ങനെ എത്തുകയും അത്രയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെഹ്റാൻ എന്ന് പറയുന്ന നഗരം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഏറെക്കുറെ 3-4 ബിൽഡിങ്ങുകളുടെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും റിപ്പോർട്ടുകളുമാണ് പരമാവധി മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ലക്ഷ്യം അവർ കണ്ടിട്ടില്ല എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കിയ പ്രധാന മേഖല എന്ന് പറയുന്നത് ആണവ കേന്ദ്ര മേഖലയാണ്. എന്നാൽ ആണവ കേന്ദ്ര മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ആണവ കേന്ദ്ര മേഖല തകർത്തിട്ടുണ്ടെങ്കിൽ വലിയ ആഘാതം ആ ഭാഗങ്ങളിൽ ഉണ്ടാവുമെന്നതിനാൽ അത്തരമൊരു സംഭവം ഇപ്പോൾ ടെഹ്റാൻ്റെ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ടെഹ്റാനിൽ ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സ്രോതസ്സൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും കൃത്യമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വേർഷൻ വരുന്നത് ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച റൂട്ട് മാപ്പ് ഏതാണ് എന്ന തരത്തിലാണ്. അതൊരു കൃത്യത വന്നിട്ടില്ലെങ്കിലും ഇറാഖിൻ്റെ ആണവ മേഖല, ഇറാഖിൻ്റെ വ്യോമപാത ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാഖ് കഴിഞ്ഞതിന് ശേഷം അറബ് രാജ്യത്തിലൂടെയാണോ ഈ യുദ്ധവിമാനങ്ങൾ പറന്നത്? അങ്ങനെ റഡാർ സംവിധാനത്തിൽ പെടാത്ത രീതിയിലുള്ള, അതായത് മുൻപ് അമേരിക്ക പാകിസ്ഥാനിൽ ഉപയോഗിച്ചത് റഡാർ സംവിധാനത്തിൽ പിടിക്കാൻ പറ്റാത്ത വിധം ഉയർന്ന് പറന്നുകൊണ്ടാണ് ഉസാമ ബിൻ ലാദൻ എന്ന അൽഖ്വയ്ദയുടെ ഭീകരവാദിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണം അമേരിക്കയുടെ വിമാനം നടത്തിയത്. അതിന് വലിയ ആസൂത്രണം, അതായത് ഈ പാകിസ്ഥാൻ്റെ കൈവശത്തിൽ എത്രത്തോളം ദൂരപരിധിയുള്ള റഡാർ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അറിയാം. 2 കിലോമീറ്റർ അങ്ങനെ എന്താണ് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. 2 കിലോമീറ്റർ പരിധിയിലുള്ള റഡാറാണ് ഏറെക്കുറെ ഈ പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ളത്. എന്നാൽ അമേരിക്കയുടെ വിമാനങ്ങൾ 4 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്തി എന്നാണ് പറയപ്പെട്ടത്. സമാനമായിരിക്കുന്ന മറ്റൊരു നിരീക്ഷണം നടത്തിയത് ഗദ്ദാഫിയെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയയിലാണ്. ലിബിയയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ റഡാറിൽ കൊടുങ്ങുന്നതിനേക്കാൾ ഉയരത്തിൽ പറന്നുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഈ വഴി ആണോ ഉപയോഗിച്ചത് ഇറാനിലെ ആക്രമണത്തിന് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരീക്ഷിച്ചു വരികയാണ്, പരിശോധിച്ചു വരികയാണ് എന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് എന്നാൽ ഈ ഇസ്രായേലിൽ നിന്ന് നേരിട്ടുള്ള ആക്രമണമല്ല ഇറാനിലേക്ക് പതിച്ചത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നത്. വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രണം ചെയ്തുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതുകൊണ്ടാണ് സൈന്യ കമാൻഡർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. ഒരു ഈ ശാസ്ത്രജ്ഞൻ, ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അവരെ അപ്പാർട്ട്മെൻറ്റ്, താമസിക്കുന്ന സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം അതിൻ്റെ ഒരു 15 നിലകളുള്ള ബിൽഡിങ്ങിൻ്റെ മധ്യത്തിലേക്ക് മിസൈൽ പതിച്ച് പൊട്ടിത്തെറിച്ചു. അവിടെ നിന്നാണ് ഏറ്റവും വലിയ VIP സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ 2000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ബിൽഡിങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ അത്രത്തോളം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതും, അത് ആ മേഖലയിൽ നിന്നല്ല മറ്റേതോ മേഖലയിൽ നിന്നാണ് ഈ വിമാനം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള മിസൈലുകൾ പാഞ്ഞത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളും
ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ വല്ലാതൊന്നും സമയം കഴിയാത്ത രീതിയിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു. 100-ലധികം മിസൈലുകൾ ഇസ്രായേൽ പതിക്കുന്നു. കുറഞ്ഞത് മാത്രമാണ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചത്. ബാക്കിയെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് വലിയ തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കും വേറെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സൈനിക കമാൻഡറും ശാസ്ത്രജ്ഞരും അടക്കമുള്ള വളരെ പ്രധാനമായിരിക്കുന്ന 3-4 പേരുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ആക്രമണം നടന്നതിന് ശേഷം ഷിറാസ് മേഖല എന്ന് പറയുന്ന ഇറാൻ്റെ മറ്റൊരു മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൻ്റെ ഉടനെ തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഇതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് വിവരം പുറത്ത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ 2 ഘട്ടം ആക്രമണം നടന്നു. ഒന്ന് വലിയ ശക്തിയുള്ള ആക്രമണം, അതോടനുബന്ധിച്ച് സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നു. വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുന്നു, വീണ്ടും ഇറാൻ തിരിച്ചടിക്കുന്നു. ഈ രീതിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ആഘാതമുണ്ടാവും എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനിയും ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ ആക്രമണത്തിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നേരിട്ട് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കാണണം, ഇൻ്റർനെറ്റ് വഴി ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പം ഭരിക്കുന്നത് എന്നതിനാൽ ഇതിൽ കൃത്യമായിരിക്കുന്ന ഒരു പങ്ക് അമേരിക്കക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സൂചന ട്രംപ് തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ദിവസം മുമ്പ്, അതായത് സംഭവം നടക്കുക ഇന്നലെ ആണെങ്കിൽ മെനയാന്ന് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. അമേരിക്കയുടെ പൗരന്മാർ ജാഗ്രത പാലിക്കണം, ഇറാഖിലുള്ളവർ രാജ്യത്തേക്ക് മടങ്ങി വരണം, കോൺസുലേറ്റ് ഭാഗികമായിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ബഹ്റൈനിലും കുവൈത്തിലും ഇറാഖിലുമുള്ള എല്ലാ കോൺസുലേറ്റുകൾക്കും അമേരിക്ക നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോൾ ഏറെക്കുറെ യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട് എന്ന് വരുത്തുകയാണ്. രണ്ടാമത്തെ മറ്റൊരു രീതി പറയുന്നത് ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 5 തവണയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചാ തീയതികളൊക്കെ നീട്ടിവെക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ ഇസ്രായേലിന് അമേരിക്ക സമയം കൊടുക്കുകയാണ് എന്ന തരത്തിലാണ്. അങ്ങനെ സമയം കൃത്യമായ രീതിയിൽ കിട്ടി ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്തി എന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് തന്നെയാണോ ആക്രമണം നടത്തിയത്? അതിന് ഉദാഹരണം പറയുന്നത് ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഖാനിയെ കൊല്ലപ്പെട്ടത് അവിടെ വെച്ച് തന്നെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്. അത് ദൂരത്തൊന്നുമല്ല, അതിന് രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ മേഖലയിൽ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഖാനിയെ താമസിക്കുന്നു. അദ്ദേഹം താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഉറങ്ങിക്കിടന്ന റൂമിൻ്റെ നമ്പർ പോലും പുറത്തു പോയിട്ടുണ്ട്. താമസിച്ച റൂമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അവിടുന്ന് പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വിഷയം വരുന്നത് ഇതിലെ പരമാവധി യുദ്ധവിമാനങ്ങൾ ഉയർന്നു പൊന്തിയത് മിഡിൽ ഈസ്റ്റിൻ്റെ ഏതെങ്കിലും അമേരിക്കയുടെ താവളത്തിൽ നിന്നാണ് എന്ന് അനുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് മേഖല യുദ്ധത്തിലേക്ക് എടുത്തു ചാടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്തിൽ നിന്നാണ് ഈ വിമാനങ്ങൾ ഉയർന്നു പൊന്തിയത് എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുടെ സൈനികരും അമേരിക്കയുടെ വിമാനങ്ങളും അമേരിക്കയുടെ ആയുധങ്ങളും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. മറ്റൊരു രീതി പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട്, അല്ലെ ഇസ്രായേലിൻ്റെ പേര് വെച്ചുകൊണ്ട് അമേരിക്ക ചെയ്യുകയാണെന്ന് ചുരുക്കം. അവരെല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പരസ്യമായ രീതിയിൽ ഒരിക്കലും അവരത് അംഗീകരിക്കില്ല. പരസ്യമായ രീതിയിൽ അവരത് മാറി നിൽക്കും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യില്ല, ഈ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് യഥാർത്ഥത്തിൽ അവർ പറയും. പ്രവൃത്തിയെല്ലാം അവർ ചെയ്യും. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സമാന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ 2 രാജ്യത്തും ഒരു പങ്കാളിത്തം വഹിക്കുന്നില്ല. 2 രാജ്യത്തിൻ്റെ മധ്യസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. യുദ്ധത്തിൽ ഞങ്ങൾ ഇസ്രായേലിനെയോ അറബ് രാജ്യങ്ങളെയോ സഹായിക്കില്ല. ഈജിപ്തുമായിട്ട് അന്ന് നല്ല സഹകരണം, നല്ല ബന്ധമുള്ള കാലമാണ്. അവർ മാറി നിന്നു എന്ന് പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ സൈനികരുണ്ടായിരുന്നു, അമേരിക്കയുടെ വിമാനങ്ങളുണ്ടായിരുന്നു, എല്ലാവരും സംവിധാനം ഉണ്ടായി എന്നതിന് പുറമെ യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയതും അമേരിക്കയാണ് എന്ന് പറയുന്നു. ഫ്രാൻസിൻ്റെ പേര് ഒരിക്കൽ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ പേരും പറയുന്നുണ്ട്. അങ്ങനെ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സൈനികർ നേരിട്ട് നടത്തിയ ഒരു യുദ്ധമാണ് അറബ് ഇസ്രായേൽ യുദ്ധം.
പേര് ഇസ്രായേലിൻ്റെ പറയാമെന്ന് മാത്രം. ഇപ്പം നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറയുന്ന ഇരട്ടക്കുട്ടികളെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു രീതികളൊക്കെ ഇപ്പം തന്നെ പറയുന്നുണ്ട്. നെതന്യാഹു ട്രംപ് സംസാരിക്കുന്നത് ഇരട്ടക്കുട്ടികളെ പോലെയാണ്. അയാൾ നിർത്തുന്നു, ഇയാൾ തുടരുന്നു, ഇയാൾ നിർത്തുന്നു, അയാൾ തുടരുന്നു. രണ്ടും ഒരേ ഭാഷ, ഒരേ ശൈലി, ഒരേ പ്രവൃത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ആക്രമണം നടത്തും എന്ന് ട്രംപ് പറയുമ്പോൾ ഈ ആക്രമണം നടത്തിയ അയാളാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രക്തത്തിൽ അമേരിക്കക്ക് പങ്കുണ്ട്. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഇതിൽ ഏതോ തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്നും പറയപ്പെടുന്നു. അതിനെക്കുറിച്ചും കൃത്യമായുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഇറാൻ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.